Hi everyone, welcome back to the world of English. And I wish all of you a very happy new year. എല്ലാവർക്കും പുതിയൊരു വർഷത്തിൻ്റെ ആശംസകൾ. ഈ വർഷം എല്ലാവർക്കും ഏറ്റവും മികച്ചതാകട്ടെ എന്ന് ആശംസിക്കുന്നു. എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിക്കാനും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും നമുക്കൊരു തീരുമാനം എടുക്കാം. അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാനും തുടങ്ങാം. അപ്പോൾ എനിവേ നമ്മൾ ഈ ദിവസങ്ങളിൽ പല ടോപ്പിക്സിൽ വീഡിയോസ് കണ്ടു അല്ലേ. വൊക്കാബുലറി കണ്ടു, ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ റൂൾസ് നമ്മൾ കണ്ടു, അതുപോലെ ചില സിറ്റുവേഷൻസ് കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിറ്റുവേഷണൽ ലാംഗ്വേജ് ആണ്. സിറ്റുവേഷണൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഗോ ടു എ ബാങ്ക്, അല്ലെങ്കിൽ യു ഗോ ടു ദ സ്കൂൾ, അല്ലെങ്കിൽ യു ഗോ ടു തിയേറ്റർ. അങ്ങനെ പല സിറ്റുവേഷൻസിലും നമ്മൾ ഉപയോഗിക്കേണ്ട ലാംഗ്വേജ് പല രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷൻ ലാംഗ്വേജിൽ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ? വി ഗോയിങ് ടു എ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, നമ്മൾ കുറച്ച് ഗ്രോസറി വാങ്ങാൻ, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മളൊരു ഗ്രോസറി ഷോപ്പിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. അവിടെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഏകദേശം 20ഓളം ചെറിയ സെൻറ്റൻസസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്കും ഒരു ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഇത് എഴുതിയെടുക്കണം, പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം. അതുപോലെ തന്നെ ഇതുപോലൊരു സാഹചര്യം വരുമ്പോഴും നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങണം. അപ്പോഴാണ് നമുക്ക് ലാംഗ്വേജ് ശരിക്കും ഉപകാരപ്രദമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ സിറ്റുവേഷൻ ഇതാണ്. നിങ്ങൾ ആദ്യം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ എൻട്രിയിൽ ചെല്ലുന്നു. ആൻഡ് യു ടോട്ടലി ന്യൂ ടു ദ പ്ലേസ്. നിങ്ങൾക്ക് ആ സ്ഥലം അറിയില്ല, അത് നിങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഒക്കെ പറയുന്നൊരു ഉപയോഗമാണ് കേട്ടോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്നെ ഒന്ന് സഹായിക്കാമോ, അല്ലേ? നിങ്ങൾക്ക് എവിടെയാണ് സാധനങ്ങൾ ഇരിക്കുന്നതെന്നൊക്കെ അറിയില്ല. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ. ഹൗ ഡു യു ആസ്ക് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? സിമ്പിൾ. എങ്ങനെയാണ്? കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. എങ്ങനെ? കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാലും ഓക്കെയാണ്. പക്ഷേ കുഡ് യു വരുമ്പോൾ അത് കുറച്ചുകൂടെ പൊളൈറ്റ് ആവും, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും. നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരു സപ്ലയറിൻ്റെ അടുത്താവും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ ആവും നമ്മൾ ഏറ്റവും കേർച്ചിയസ് ആയിട്ട് ഏറ്റവും മര്യാദയോടുകൂടി പെരുമാറാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു സ്ട്രക്ചർ പറഞ്ഞത്. കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ് എന്ന് പറഞ്ഞ് കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. അപ്പോൾ ഇനിയിപ്പോഴും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. They feel very happy about it. അപ്പോൾ അവർ വരും, ഓക്കെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഇങ്ങനെയൊക്കെ അവർ നിങ്ങളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിവേ ഒന്നാമത്തെ സ്ട്രക്ചർ പഠിച്ചു, കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്. ഇനി ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വേണം, അല്ലേ? അത് നമ്മൾ പോയിട്ട് ആദ്യം തന്നെ ചോദിക്കുവാണ്, നിങ്ങൾ ഓർഗാനിക് വെജിറ്റബിൾസ് സെല് ചെയ്യുന്നുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു സെൽ ഓർഗാനിക് വെജിറ്റബിൾസ്. നമ്മൾ മലയാളത്തിൽ ചോദിക്കും, ഇവിടെ ഓർഗാനിക് പച്ചക്കറി ഉണ്ടോ, അല്ലേ? അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഡു യു സെൽ ഓർഗാനിക് വെജിറ്റബിൾസ്. എങ്ങനെ? ഡു യു സെൽ ഓർഗാനിക് വെജിറ്റബിൾസ്. അപ്പോൾ അവർ യെസ് എന്നോ നോ എന്നൊക്കെ മറുപടി പറയാം. അപ്പോൾ ഡു യു സെൽ ഓർഗാനിക് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു നോക്കി. യു സെൽ ഓർഗാനിക് വെജിറ്റബിൾസ്. ഇതുപോലെ തന്നെ വേറെ സാഹചര്യമാണ്, ഞാൻ ഇതിനു വേണ്ടിയാണ് നോക്കുന്നത്, ഇതാണ് എനിക്ക് വേണ്ടിയത്. നമ്മൾ പറയില്ലേ, എനിക്ക് കുറച്ച് പഞ്ചസാര വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ചീസ് വേണം. എങ്ങനെ പറയുന്നത്? ഐ എം ലുക്കിംഗ് ഫോർ, അല്ലെ? ഐ എം ലുക്കിംഗ് ഫോർ. ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാ കണ്ണുവെച്ച് നോക്കുന്നത് നല്ല അർത്ഥമാകുന്നത്, ഞാൻ ഇതാണ് ആവശ്യപ്പെടുന്നത്, എനിക്കിതാണ് ആവശ്യം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. അത് ഇംഗ്ലീഷിലുള്ള ഒരു എക്സ്പ്രഷനാണ്. ഐ എം ലുക്കിംഗ് ഫോർ സം ചീസ്. ഐ എം ലുക്കിംഗ് ഫോർ സം ചീസ് എന്ന് പറഞ്ഞേ. ഐ എം ലുക്കിംഗ് ഫോർ സം ചീസ്, അല്ലെങ്കിൽ ഐ എം ലുക്കിംഗ് ഫോർ സം ഷുഗർ എന്ന് നിങ്ങൾക്ക് പറയാം. ഐ എം ലുക്കിംഗ് ഫോർ, ഞാൻ നോക്കുന്ന ഇതാണ്, ഇതാണ് എനിക്ക് ആവശ്യം. ഐ എം ലുക്കിംഗ് ഫോർ സം ചീസ് എന്ന് പറഞ്ഞു നോക്കി. ഐ എം ലുക്കിംഗ് ഫോർ സം ചീസ്. സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഇതാണ് എനിക്ക് വേണ്ടിയതെന്ന് പറയുന്നതിന് ഐ എം ഗിവിംഗ് യു എ തേർഡ് എക്സ്പ്രഷൻ. കുഡ് യു ടെൽ മീ, കുഡ് യു ടെൽ മീ. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, കുഡ് യു ഹെൽപ്പ് മീ, ഇതേ എക്സ്പ്രഷനാണ്. കുഡ് യു ടെൽ മീ, എന്നോടൊന്ന് പറയാമോ. വേർ ഡാഷ് എന്താണ്? ഓക്കെ, നമുക്ക് സെന്റൻസ് കാണാം. കുഡ് യു ടെൽ മീ വേർ ദ വാഷിംഗ് ലിക്വിഡ് ഈസ്. കുഡ് യു ടെൽ മീ വേർ ദ വാഷിംഗ് ലിക്വിഡ് ഈസ് എന്ന് പറഞ്ഞ് വാഷിംഗ് ലിക്വിഡ് എവിടെയാണ് എന്ന് പറയാമോ. കുഡ് യു ടെൽ മീ വേർ ദ വാഷിംഗ് ലിക്വിഡ് ഈസ്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി, കുഡ് യു ടെൽ മീ വേർ ദ വാഷിംഗ് ലിക്വിഡ് ഈസ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് എന്ത്? ഗോതമ്പ് പൊടി. നമ്മൾ ചോദിക്കുവാണ്, എവിടെയാണ് ഗോതമ്പ് പൊടി ഇരിക്കുന്നത്? വെർ ക്യാൻ ഐ ഫൈൻഡ്, വെയർ ക്യാൻ ഐ ഫൈൻഡ്. കണ്ടോ, വേറൊരു എക്സ്പ്രഷനാണ്. അതെവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് വെയർ ക്യാൻ ഐ ഫൈൻഡ് എന്ന് നമുക്ക് ചോദിക്കാം. വെർ ക്യാൻ ഐ ഫൈൻഡ് ദ വീറ്റ് ഫ്ലോർ. എങ്ങനെ? വെർ ക്യാൻ ഐ ഫൈൻഡ് ദ വീറ്റ് ഫ്ലോർ. എങ്ങനെ?
where can I find the wheat flour? Where can I find the wheat flour? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിംഗ് തുടങ്ങുവാണ്. അതെവിടെ ഇരിക്കുന്നത്, ഇതാണ് എനിക്ക് വേണ്ടിയത്, ഇത് എവിടെയായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തരുന്നു. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഷോപ്പിംഗ് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇനി നിങ്ങൾ അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു സ്ഥലത്ത് ചെയ്യുന്നു, നിങ്ങൾ സാധനം എടുത്തു. ഇപ്പോൾ ഒരു പച്ചക്കറി ആയിരിക്കാം, അതിന് MRP ഇല്ലല്ലോ, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും എഴുതി വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടി ഈസി ആക്കാനാണ് അവർ അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെടുത്ത പച്ചക്കറിയുടെ അവിടെ വില എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയണം. വില അറിയാമെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത് ഇവിടെയല്ല, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും വില അറിയണമെങ്കിൽ വി ഹാവ് 1 or 2 വെരി പോപ്പുലർ എക്സ്പ്രഷൻസ് ഇൻ ഇംഗ്ലീഷ്. അത് നമുക്കൊന്ന് കാണാം. ഒന്ന്, ഹൗ മച്ച് ഇസ് ദിസ്. ഇതൊന്ന് എടുത്തിട്ട് ചോദിക്കുന്നു, ഇത് എത്രയാണ് വില, ഇതിന് എത്രയാണ് വില. ഹൗ മച്ച് ഇസ് ദിസ് എന്ന് ചോദിച്ചേ. ഹൗ മച്ച് ഇസ് ദിസ്, ഹൗ മച്ച് ഇസ് ദിസ്, ഇതിന് എത്രയാണ് വില. ഇനി ഒന്നിൽ കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സവോളയൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്, ഒരെണ്ണം എടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ, സിംഗിൾ പീസ് അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കുന്നത്, ഹൗ മച്ച് ആർ ദീസ്, ഹൗ മച്ച് ആർ ദീസ്. ഒന്നാണെങ്കിൽ ഹൗ മച്ച് ഇസ് ദിസ്, ഒന്നിൽ കൂടുതലാണെങ്കിൽ ഹൗ മച്ച് ആർ ദീസ്. ഇനി അവിടെ കുറേ ദൂരമുള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും, ഹൗ മച്ച് ആർ ദോസ്, അതിന് എത്രയാണ് വില, ഹൗ മച്ച് ആർ ദോസ്. എനിവേ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഹൗ മച്ച് ഇസ് ദിസ്, ഹൗ മച്ച് ആർ ദീസ്, ഹൗ മച്ച് ആർ ദോസ്. 3 എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു കേട്ടോ. ഇതിന് എത്രയാണ് വില. ഇനി വില ചോദിക്കാനുള്ള വേറൊരു എക്സ്പ്രഷൻ കൂടെ പറയാം, ഹൗ മച്ച്. അഗെയിൻ ഹൗ മച്ച് എന്ന് തന്നെയാണ് കേട്ടോ വിലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്, ഇതിന് എത്രയാണ് വില വരുന്നത്. ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്. ഓക്കെ എന്ന് പറഞ്ഞേ, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ സാധനം എടുത്തിട്ട് ചോദിക്കുന്നു, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ വന്നു, സഹായിക്കാമെന്ന് ചോദിച്ചു, അതിനുശേഷം നമ്മൾ എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞു, അതിനുശേഷം നമ്മൾ വില ചോദിക്കുകയാണ്, എത്രയാണ് വില. ഇനി നമ്മൾ വില ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നി, ഇത് കുറച്ച് ചെറുതായിപ്പോയോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ബോട്ടിൽ ഷാമ്പൂ ആണ് എടുത്തത്, നമ്മൾ അടുത്ത് നോക്കും വലിയ ഷാമ്പൂ കാണുന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ചോദിക്കാം, നിങ്ങളുടെ അടുത്ത് വലിയ ബോട്ടിൽ ഷാമ്പൂ ഉണ്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കുന്നത്, ഡു യു ഹാവ് എ ബിഗർ ബോട്ടിൽ. എങ്ങനെ, ഡു യു ഹാവ് എ ബിഗർ ബോട്ടിൽ, ഡു യു ഹാവ് എ ബിഗർ ബോട്ടിൽ. നിങ്ങളുടെ അടുത്ത് വലിയൊരു ബോട്ടിലുണ്ടോ, ഇതിന് വലിയ ബോട്ടിലുണ്ടോ, ഡു യു ഹാവ് എ ബിഗർ ബോട്ടിൽ ഓഫ് ദിസ്. ഓക്കെ, ഇനി ഇതിന് സിമിലർ ആയിട്ട് വേറൊരു സാധനമുണ്ട്, സൈസ്. എന്തിനെങ്കിലും ഒരു സൈസ് നമുക്ക് ചെറുതാണ് വേണ്ടിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം, ഡു യു ഹാവ് എ സ്മോളർ സൈസ്, ഡു യു ഹാവ് എ സ്മോളർ സൈസ്. ഇതൊക്കെ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ആവറേജ് സൈസൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചുകൂടെ ചെറുത് എനിക്ക് വേണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു ചെറിയ ആപ്പിളുണ്ട്, വലിയ ആപ്പിളുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ആപ്പിളാണ് അവിടെ ഇരിക്കുന്നത്, നമ്മൾ ചോദിക്കുകയാണ് ഇതിൽ ചെറുതുണ്ടോ, എനിക്ക് ചെറുത് മതി, എനിക്കതാണ് ഇഷ്ടം എന്ന് പറയുന്നു. സോ ഡു യു ഹാവ് ദ സ്മോളർ സൈസ് ഓഫ് ദിസ്. ഓക്കെ, ഡു യു ഹാവ് ദ സ്മോളർ സൈസ് ഓഫ് ദിസ്, അല്ലെങ്കിൽ ഡു യു ഹാവ് സ്മോൾ ആപ്പിൾസ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. സോ ഡു യു ഹാവ് ദ സ്മോളർ സൈസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ വലുത് ചോദിച്ചു, ചെറുത് ചോദിച്ചു, നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾസും ഫിഷൊക്കെ കിട്ടും അല്ലേ, അതുപോലെ തന്നെ മീറ്റും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ മീറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് സേ വി ഗോയിങ് ടു ബൈ സം മട്ടൺ. അപ്പോൾ നമ്മൾ പോയിട്ട് മീറ്റ് നോക്കുന്നു, നമ്മൾ ചോദിക്കുവാണ്, ഇത് ഫ്രഷ് ആണോ. എങ്ങനെ ചോദിക്കുന്നത്, ഇത് ഫ്രഷ് ആണോ. എങ്ങനെ ചോദിക്കുക ഇംഗ്ലീഷിൽ, ഈസ് ദിസ് ഫ്രഷ് മീറ്റ്. എങ്ങനെ, ഈസ് ദിസ് ഫ്രഷ് മീറ്റ്, ഇത് ഫ്രഷ് മീറ്റ് ആണോ. നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ് കേട്ടോ. ഓൾറൈറ്റ്, ഈസ് ദിസ് ഫ്രഷ് മീറ്റ്. അല്ലെങ്കിൽ ചോദിക്കാം, ഫിഷ് ആണെങ്കിൽ ചോദിക്കാം, ഈസ് ദിസ് ഫ്രഷ് ഫിഷ്, ഈസ് ദിസ് ഫ്രഷ് ഫിഷ്. ഓക്കെ, ഫ്രഷ് ആണോ. വെജിറ്റബിൾസ് ആണെങ്കിൽ ഇത് തന്നെ ചോദിക്കാം, ഈസ് ദിസ് ഫ്രഷ് വെജിറ്റബിൾസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ എടുത്തു. ഇനി ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ തൂക്കി നോക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ സ്ഥിരം പോകുന്നത് റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ്. അവിടെ നമ്മൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് തൂക്കി നോക്കി അതിൽ സ്റ്റിക്കർ അവർ ഒട്ടിച്ച് തരും, എന്നിട്ടാണ് നമ്മൾ ബില്ല് പേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, എവിടെയാണ് ഈ സാധനങ്ങളൊക്കെ എനിക്ക് തൂക്കി നോക്കാൻ പറ്റുക. എങ്ങനെ ചോദിക്കുന്നു, വേർ ക്യാൻ ഐ വെയ് മൈ ഗ്രോസറീസ്, വേർ ക്യാൻ ഐ വെയ് മൈ ഗ്രോസറീസ്. എനിക്കിത് എവിടെയാണ് തൂക്കി നോക്കാൻ പറ്റുക. സോ എങ്ങനെ പറയും, വേർ ക്യാൻ ഐ വെയ് മൈ ഗ്രോസറീസ്. എനിക്കിത് എവിടെയാണ് തൂക്കി നോക്കാൻ പറ്റുക, വേ ക്യാൻ ഐ വെയ് മൈ ഗ്രോസറീസ്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തു, ഇനി നമ്മൾ തൂക്കി നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. വേ ക്യാൻ ഐ വെയ് മൈ ഗ്രോസറീസ്, വേർ ക്യാൻ ഐ വെയ് മൈ ഗ്രോസറീസ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എടുത്ത് കൊണ്ട് തൂക്കി നോക്കി വിലയുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി, അയ്യോ ഇതിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുക, നിങ്ങൾ വില നോക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് പറയണം, ഭയങ്കര വിലയാണ്. എങ്ങനെ പറയും, ദിസ് ഈസ് വെരി എക്സ്പെൻസീവ്, ദിസ് ഈസ് വെരി എക്സ്പെൻസീവ്. ഇപ്പം നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്സ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒത്തിരി സീസൺ അല്ലാതെ ഓഫ് സീസണിൽ നമുക്ക് കിട്ടുന്ന ചില ഫ്രൂട്ട്സ് ആവും, അതൊക്കെ നല്ല വിലയായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തായിരിക്കും അതിൻ്റെ വില.
അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് പറയാം ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. എങ്ങനെ? ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. പറഞ്ഞ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അത് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞു. അതിനൊപ്പം നിങ്ങൾ ചോദിക്കുവാണ് കുറച്ചുകൂടി വില കുറഞ്ഞത് എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഗോട്ട് എനിത്തിങ് ചീപ്പർ? ഇതിനേക്കാളും വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഇതായിട്ട് തന്നെ വില കുറഞ്ഞതുണ്ടോ? ഹാവ് യു ഗോട്ട് എനിത്തിങ് ചീപ്പർ? ഇപ്പോൾ നമുക്കറിയാം ചില ഫ്രൂട്ട്സ് ഒക്കെ വില കൂടിയതുകൊണ്ട് വില കുറഞ്ഞതുണ്ട്. ഫോർ എക്സാമ്പിൾ ആപ്പിൾസ് അല്ലേ, ഇപ്പോൾ 250 രൂപയുടെ ഉണ്ട്, അല്ലെങ്കിൽ 300 രൂപയുടെ ഉണ്ട്. അതുപോലെ തന്നെ 180 രൂപയ്ക്കും 160 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഹാവ് യു ഗോട്ട് എനിത്തിങ് ചീപ്പർ? എങ്ങനെ? ഹാവ് യു ഗോട്ട് എനിത്തിങ് ചീപ്പർ? ഇനി അവർ പറഞ്ഞു പിന്നെ ഉണ്ടല്ലോ ഇതാ ഈ വിലയുടെ ഉണ്ട്, ഈ വിലയുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനായി. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Can you tell me the difference between these? Can you tell me the difference between these? നിങ്ങൾ നോക്കിയപ്പോൾ 2 ആപ്പിൾ ഏകദേശം ഒരുപോലെ ഉണ്ട്, ഏകദേശം ഒരേ വലിപ്പമൊക്കെയാണ്, പക്ഷേ രണ്ടിനും ഭയങ്കര വില വ്യത്യാസം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Can you tell me what's the difference between these two? അല്ലേ, Can you tell me what's the difference between these two? ഒന്ന് അമേരിക്കയിൽ നിന്ന് വന്നായിരിക്കും, ഒന്ന് ഇവിടെ നമ്മുടെ കാശ്മീരിൽ നിന്ന് വന്നായിരിക്കും. അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ വില വ്യത്യാസം. അപ്പോൾ Can you tell me what's the difference between these two? ഇത് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു, പൈസയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതെ, കുറേ സാധനങ്ങളുണ്ട്, നിങ്ങളത് ഡെലിവർ ചെയ്യുമോ? ഡു യു ഡെലിവർ? എങ്ങനെ? ഡു യു ഡെലിവർ? നിങ്ങളത് വീട്ടിലേക്ക് ഡെലിവർ തരുമോ? ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഒക്കെ പലയിടത്തും ഉണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പൈസ കൊടുത്ത് പോയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുതരും. സോ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡു യു ഡെലിവർ. അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് ഡു യു ഡെലിവർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈം എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആപ്പ് വഴി ചെയ്താൽ മതി, അവർ വീട്ടിൽ കൊണ്ടുതരും. സോ ഡു യു ഡെലിവർ? എങ്ങനെ ചോദിക്കും? ഡു യു ഡെലിവർ? നിങ്ങൾ ഡെലിവർ ചെയ്യാറുണ്ടോ? ഡു യു ഡെലിവർ? ഇനി നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോവാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് കാർഡ് അല്ലേ. അപ്പോൾ നമുക്കറിയണം ക്രെഡിറ്റ് കാർഡ് എടുക്കുമോയെന്ന്. പലരും കാർഡ് എടുക്കുന്ന കടകളിൽ മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ അവർക്ക് UPI പറ്റില്ല, അല്ലെങ്കിൽ അവർ നോർമൽ അക്കൗണ്ട്സ് ഉപയോഗിക്കാറില്ല. ദേ യൂസ് ഓൺലി ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? ഡു യു ടേക്ക് ക്രെഡിറ്റ് കാർഡ്സ്? എങ്ങനെ? ഡു യു ടേക്ക് ക്രെഡിറ്റ് കാർഡ്സ്? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്? നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാറുണ്ടോ? നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യാറുണ്ടോ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പറയുന്നത്? ഡു യു ടേക്ക് ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡു യു ടേക്ക് ക്രെഡിറ്റ് കാർഡ്സ്? ഡു യു അക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്സ്? അപ്പോൾ ഇനി അവർ പറയുവാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ പേ ബൈ കാർഡ് അല്ലേ. എങ്ങനെ? ഐ പേ ബൈ കാർഡ്. ഞാൻ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം. ഐ വിൽ പേ ബൈ കാർഡ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഞാൻ ക്യാഷിൽ പേ ചെയ്യും, ഞാൻ ക്യാഷായിട്ട് തരാം എന്ന് പറയുന്നു. കാർഡല്ല, ഞാൻ ക്യാഷായിട്ട് തരാം. എങ്ങനെ പറയാ? ഐ പേ ഇൻ ക്യാഷ്. ഓക്കെ, അപ്പോൾ ഐ പേ ബൈ കാർഡ് ആൻഡ് ഐ പേ ഇൻ ക്യാഷ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ക്യാഷായിട്ട് ഞാൻ തരാം എന്നുള്ളത് ഐ പേ ഇൻ ക്യാഷ്, കാർഡ് I'll pay by card. Okay, so I'll pay in cash, I'll pay by card. ഇത് നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ഇനി നമ്മൾ പൈസ കൊടുത്തു, ക്യാഷ് ആവാം, കാർഡ് ആവാം, ബില്ല് തരുമോ അല്ലേ. അതിൻ്റെ റൈറ്റ് വേർഡ് എന്താ ഇംഗ്ലീഷിൽ? റിസീറ്റ്. സോ can I get the receipt please? Can I get the receipt please? Receipt അല്ല കേട്ടോ, it's receipt. Okay, P അവിടെ സൈലന്റ് ആണ്, so it's receipt. So can I get the receipt please? നമ്മൾ receipt തരുമോ എന്ന് ചോദിക്കുകയാണ്. Can I get the receipt please? എന്ന് പറഞ്ഞു നോക്കി. Can I get the receipt please? And again, it's a polite expression. ഇനി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്, അവർ ഡെലിവറി ചെയ്യുന്നില്ല. So you will have to carry it home yourself. നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്കൊരു കിറ്റ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? Could I have a carry bag please? Could I have a carry bag please? എനിക്കൊരു ക്യാരി ബാഗ് തരാമോ, ഒരു ക്യാരി ബാഗ് തരാമോ? ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. So could I have a carry bag please? എങ്ങനെ? Could I have a carry bag please? ഓക്കെ, അപ്പോൾ അവർ നിങ്ങൾക്ക് ക്യാരി ബാഗൊക്കെ എടുത്തു തരുന്നു, നിങ്ങൾ സാധനങ്ങൾ എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. നോക്കൂ, നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ, ചെറിയൊരു ഗ്രോസറി ഷോപ്പിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ വിദേശത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഇത് ആവശ്യം വരും. അപ്പോൾ ഏറ്റവും പൊളൈറ്റായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം, ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കണം, ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ട്രൈ ടു യൂസ് ഇറ്റ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ എവറി ഡേ. കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ നമുക്കും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം. സോ വർക്ക് ഓൺ ഇംപ്രൂവിങ് യുവർ ഇംഗ്ലീഷ്. I'll see you all with my next video very soon. Until then, take care. I wish you all a very good day.